ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ തിന്ന് കുഴങ്ങിയൊരു വീഡിയോ ആണ് അല്ലേ. പെരുന്നാളാണ്. പെരുന്നാളിൻ്റെ വിശേഷങ്ങളും എല്ലാവരും വന്നതും നമ്മൾ കുറച്ച് എൻജോയ് ചെയ്തതുമായ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ വോയിസ് കൊടുക്കുക, കുറച്ചൊക്കെ മ്യൂസിക്കും ആയിട്ട് നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ പോയിട്ട് കണ്ടുവരൂ. ഞാനിവിടെ ഇൻട്രോ കൊടുക്കാനും വേണ്ടിയിട്ട് ഓളെ വിളിച്ചപ്പോൾ എന്താ പണിയെന്ന് അറിയോ? ഇതെന്താ മുല്ല കൂർക്കാണ് കേട്ടോ. ഓളിപ്പോൾ ആവശ്യമൊന്നും ഇവിടെ ഇല്ല. ഇൻട്രോ പറയണ അതിലുണ്ടാവും ഞാൻ അങ്ങനെ താഴത്ത് കോക്കണേ ലാസ്റ്റിക്ക്. അപ്പോൾ അതെന്താന്ന് വിചാരിച്ച് കണ്ടാൽ ഞാൻ മുല്ല കോർക്കാണ്. കോർക്കണത് സൂചി എവിടെയൊന്ന് തപ്പിയിട്ട് കാണാത്തോണ്ട് സൂചി കൊണ്ടല്ലല്ലോ മുല്ല കെട്ടല് പിന്നെ നാര് കൊണ്ട്, നൂലുമല നല്ല നാര് കൊണ്ടൊക്കെ ഇങ്ങനെ കെട്ടലാണ്, മുല്ല കെട്ടലാണ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ. അങ്ങനെ എന്നും പതിവ് പോലെ തന്നെ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ എണീറ്റ് തയ്ക്കാനുണ്ടായിരുന്നു. തലേന്ന് കൊണ്ടുവന്ന് തരും. എത്ര നേരത്തെ കൊണ്ടുവന്ന് തരണമെന്ന് പറഞ്ഞാൽ ആൾക്കാർ കൊണ്ടുവന്ന് തരില്ല. അങ്ങനെ തലേന്ന് കൊണ്ടുവന്നാണ്ട് ഇതൊന്ന് അടിച്ചു തരുമെന്ന് ചോദിക്കും. അടിച്ച് തരുമെന്ന് പറയില്ല, അതൊരു നിവൃത്തിയില്ലല്ലോ. ഏതായാലും അതൊക്കെ അടിച്ച് വെച്ചതിന് ശേഷം ഞാൻ കിച്ചണിൽ വന്ന് ആദ്യം പായസം റെഡിയാക്കി. പിന്നെ നമുക്ക് ആട് വരട്ടാനുണ്ടായിരുന്നു, ആട്ടിറച്ചി, അത് വരട്ടി. പിന്നെ നമുക്ക് ചിക്കൻ കടായി ഉണ്ടാക്കാനുണ്ടായിരുന്നു, അതും ഉണ്ടാക്കി. ഇനി നമുക്ക് നെയ്ച്ചോറാണ് കേട്ടോ വെക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വിഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്ച്ചോറ്, ചിക്കൻ കടായി, ആട് വരട്ടിയത്. അങ്ങനെ പായസം കുടിക്കാനും വേണ്ടിയിട്ട് ഞാൻ ആയിഷമോളെ ക്ഷണിച്ചു. ആയിഷമോൾ വന്നിട്ട് ഇതാ പായസം കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയാണ് നല്ല ടേസ്റ്റ് പായസം. അപ്പോൾ ഈദ് മുബാറക്ക് പറയാനൊന്നും പോലെ കിട്ടൂല, എന്നാലും ഞാനൊരു പായസം കുടിക്കുന്ന വീഡിയോ എടുക്കുമ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളെ മോളും മക്കളും, ഒരു മോളും ഉള്ളൂ കേട്ടോ. ഓളെ ഇളച്ചിൻ്റെ കുട്ടികളാണ് അതൊക്കെ, അതായത് ഓളെ പുതിയാപ്പളിൻ്റെ അനിയൻ്റെ കേട്ടോ. പിന്നെ ഓളെ ഉപ്പി വന്നിട്ടുണ്ട്, അതായത് ഓളെ പുതിയാപ്പളിൻ്റെ ഉപ്പ കേട്ടോ. ഉമ്മാനെ വിളിച്ചിട്ടുണ്ട്, ഉമ്മ എത്തിയിട്ടില്ല. ഉമ്മയും ഇളച്ചിയും ഒക്കെ ഉണ്ട്. എല്ലാവർക്കും നമ്മൾ ഫുഡ് ഇവിടെയാണ് ഒരുക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മോള് വന്ന് കുട്ടികൾക്കൊക്കെ ഇതാ ഭക്ഷണം വിളമ്പുന്ന തിരക്കാണ്. അപ്പോൾ ഞാനവിടെ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആലിയാനോട് പറഞ്ഞാണ് ഇതൊന്ന് വീഡിയോ എടുത്തിട്ട് വാന്ന്. കാരണം ഒരു കുറേ കാലത്തിൻ്റെ ശേഷം ഇപ്പോൾ വരികയാണ്. ഒന്നാമത് ഇവിടുത്തെ ഉപ്പ ഉണ്ടാകുമ്പോൾ അവിടുത്തെ ഉപ്പാക്ക് എന്തെങ്കിലുമൊക്കെ പണിയേക്കാരം. പിന്നെ ഇവിടെ ഉപ്പ ഉണ്ടെങ്കിലല്ലേ ഉപ്പാക്ക് വരാൻ ഒരു രസമുള്ളൂ. പിന്നെ ഞാൻ മോളോട് പറഞ്ഞു ഉപ്പാൻ എന്തായാലും കൊണ്ടുവരണം ജി എന്ന് പറഞ്ഞു. അപ്പോൾ ഉപ്പാക്ക് പേടിക്കാൻ ആൾക്കാരൊക്കെ വന്നതാണ് കേട്ടത്. ഓലെന്നെ മതി ഉപ്പാനെ സ്വീകരിക്കാനൊക്കെ. കൈ കേൾക്കാൻ ഒരാൾ കേൾക്കാനെ മറ്റാളും കേൾക്കും, തിന്നാണെങ്കിൽ മറ്റാളും തിന്നും. നല്ല രസമാണ് കേട്ടോ. ഇവർ ഇരട്ടക്കുട്ടികളാണെന്നാണ് വിചാരം. വേണ്ട അടിയും ഇതൊക്കെ എല്ലായിടത്തും ഉണ്ടാവും. അങ്ങനെ അവരൊക്കെ ഇതാ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ എന്തൊക്കെ പൊട്ടിത്തെറിപ്പ് പോലെ കാട്ടുണ്ട്. ഏതായാലും നമുക്ക് അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാം. അങ്ങനെ മോളെ അമ്മായിമ്മയും ഇളച്ചിയും എൻ്റെ താത്തയും ഞാനും ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ചോറ് വയ്ക്കാൻ കേട്ടോ. താത്ത നമ്മളെ വെറുതെ അവിടെ ഇരിക്കുകയാണ്, താത്ത വേയിച്ച് വന്നതാണെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പുറത്തെ താത്ത ഉണ്ട്, താത്താൻ്റെ മരുമോളുണ്ട്. പിന്നെ എൻ്റെ രണ്ടാമത്തെ താത്താൻ്റെ മരുമോളുണ്ട്. എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ തുടങ്ങിയതാണ് നമ്മളെ വീട്ടിലേക്ക് ഇങ്ങനെ വിരുന്നേരൊക്കെ ഇങ്ങനെ വരല് കേട്ടോ. അത് സന്തോഷം വേറെ തന്നെ അല്ലേ. ഇത് കണ്ടോ, മരുമോനെ എത്ര വിളിച്ചറിയാൻ ചോറ് വരാനോ ട്രിപ്പ് പോയതായിരുന്നു. ഇപ്പോൾ പോയി വന്നിട്ട് കേട്ടോ ഫുഡ് കഴിക്കാനേ. സമ്മാനം എന്താ സമ്മാനം അല്ല. അങ്ങനെ നമ്മളെ ഇളച്ചിയും മക്കളും വരികയാണ് കേട്ടോ. ഇളച്ചിൻ്റെ വലിയ മോളാണിത്, മോനാണ് അപ്പുറത്തേക്കാണ് പോയത്. അപ്പോൾ ഇതിന് നമ്മളെ വീട്ടിലെല്ലാവരും വന്നിട്ടുണ്ട്. ഏകദേശം ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്, ഇനിയും എത്താനും ഉണ്ട് കേട്ടോ.
മുത്ത് അപ്പൊ വന്നേല് രണ്ടാമത്തെ ആൾക്കാരെ പോണേ ഏതാ? അങ്ങനെ ഞങ്ങളെ വീട്ടിലുള്ള ചർച്ചകളൊക്കെ കഴിഞ്ഞിതാ രണ്ടാമത്തെ കാക്കാൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടോ. അവിടെ വന്ന് ഇരുന്നിട്ട് ഇതാ വലിയ വമ്പത്തരൊക്കെ ഇളക്കുകയാണ്. അങ്ങനെ കുട്ടികളോടൊക്കെ പറയണമെന്ന് വീഡിയോ എടുക്കും ഞങ്ങളെ മൂന്നാളിനൊക്കെ. മനുഷ്യൻ്റെ കാര്യമല്ലേ, എന്നായാലും ആരാണ് എന്ന് കണ്ടാലും നാളെ കാണുന്നില്ല. അപ്പോൾ നമ്മളൊരു ഫോട്ടോ എടുത്ത് വെച്ചാൽ ആർക്കെങ്കിലുമൊക്കെ ഒരു ഉപകാരമായാലോ. അങ്ങനെ ഇതാ മക്കളെല്ലാവരും ഉണ്ട് കേട്ടോ, ഞങ്ങളുണ്ട്. പിന്നെ വിരുന്നേരൊക്കെ ഇന്ന് വരാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർ ഇന്നെടുക്കല്ലേ അറിയാം. ഞാൻ പറയാം ആരും ഒഴിവാക്കണ്ട, പെരുന്നാളാകുമ്പോൾ എല്ലാവരും ഒരു സ്ക്രീനിൽ കാണാമെന്ന് പറഞ്ഞാൽ ഭയങ്കര രസം തന്നെയല്ലേ. അങ്ങനെ ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുമ്പോഴാണ് അടുത്ത കാർ ഇങ്ങനെ വരുന്നത് കേട്ടോ. വല്യാക്കാൻ്റെ മുറ്റത്തിലേക്കാണ് വരുന്നത്. വന്ന് ഡോറ് തുറന്ന് നോക്കിയപ്പോൾ പറപ്പൂരുള്ള നമ്മളെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മക്കളും താത്താൻ്റെ ആങ്ങളുടെ മക്കളുമാണ് കേട്ടോ. അതായത് താത്താനെ കല്യാണം കഴിച്ചത് പിന്നെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ നാത്തൂനെയാണ് കേട്ടോ കല്യാണം കഴിച്ചത്. അതായത് അമ്മായിമാൻ്റെ അനിയത്തിൻ്റെ നാത്തൂനെ. അങ്ങനെ രണ്ട് ഇതിലും കുടുംബങ്ങളാണ് നമ്മൾ. അപ്പോൾ എളാമാൻ്റെ മക്കളുമാണ് താത്താൻ്റെ ആങ്ങളുടെ കുട്ടികളുമാണ്. ഞങ്ങൾക്ക് രണ്ട് കൂട്ടത്തിലും ഞങ്ങൾക്ക് രണ്ട് വകയിലും കുടുംബക്കാരാണ് കേട്ടോ. ഇവിടുത്തെ മരുമോളും കുട്ടികളും ഇതാ പോവാൻ നിൽക്കുകയാണ്. അപ്പം ഞാൻ അതിനെടുത്തിട്ടൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അങ്ങനെ ഓരോ കൂട്ടർ വരിക, ഓരോ കൂട്ടർ പോവാൻ നിൽക്കുക. ഇങ്ങനെയൊക്കെയാണല്ലോ പെരുന്നാളിന് അല്ലേ. അതൊരു രസം വേറെ തന്നെയാണ് അല്ലേ. പിന്നെ പണ്ട് കാലത്തൊക്കെ നമ്മളമ്മമാരൊക്കെ നാത്തൂമാർ വരാതെ മരിക്കൊക്കെയാണ് പോകാൻ പറ്റൂലെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇന്നത്തെ കാലം അതൊന്നുമില്ല. എല്ലാവർക്കും അവനാൻ്റെ വീട്ടിൽ മക്കളൊക്കെ വരും, മരുക്കളൊക്കെ പോവുകയും ചെയ്യും കേട്ടോ. പിന്നെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുമ്പോഴാണ് അടുത്ത കാറ് അത് പറപ്പൂരുള്ള കുട്ടികളെ കാറായിരുന്നു കേട്ടോ. കുട്ടികളെല്ലാവരും കൂടി വന്നിറങ്ങിയതാണ്. അപ്പം ഞാനിങ്ങനെ ക്യാമറ പിടിച്ച് നിൽക്കുകയാണ്. ഒരൊറ്റൊന്നിനല്ലാതെ എൻ്റെ ക്യാമറ കണ്ണുകളിൽ പകർത്തണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോഴാണ് എല്ലാവരുടെയും വരവ്. അപ്പോൾ മക്കളെ ഇന്നത്തെ പിന്നെ പെരുന്നാളുണ്ടല്ലോ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അതാ വന്ന് നിൽക്കുന്ന അടുത്ത വണ്ടി ഇവിടുത്തെ മരുമോക്ക് പോകാനുള്ള വണ്ടിയാണ്. അതിൻ്റെ മരുവൻ്റെ വണ്ടി തന്നെയാണ്. മരുവനാണ് അവരെ കൊണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെതാ മരുവൻ അവിടെ വെയിറ്റ് ചെയ്യാണ്. സർഫും പൊടിയാണ് കുട്ടിയെ. അങ്ങനെ മരുമക്കൾ പോകുന്നു, മക്കൾ വരുന്നു, കുടുംബക്കാർ വീട് സന്ദർശനത്തിന് വരുന്നു. ഇങ്ങനെ പല പല കാര്യങ്ങളാണ് നമ്മുടെ പെരുന്നാളിൻ്റെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കുഞ്ഞുമു അങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ ചെറിയ നാത്തൂൻ വന്നത് കേട്ടോ. ചെറിയ നാത്തൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇക്കാൻ്റെ ചെറിയ പെങ്ങൾ. അങ്ങനെ അവളും കുട്ടിയും വന്നിറങ്ങി കേട്ടോ. വന്നിറങ്ങിയെന്നല്ല, അവൾ അറിയുന്നില്ല അവളെ ഫോണൊക്കെ വണ്ടി വെച്ച് മറന്നു പോയത്. അങ്ങനെ മക്കളെ കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു വിധമൊക്കെ ഒന്ന് കുറച്ച് സമയമായതിൻ്റെ ശേഷം നമ്മളിതാ പാടത്തേക്ക് പോവാണ് കേട്ടോ. പാടത്ത് നമ്മളെ വത്തക്ക ഉണ്ട്, ചിരങ്ങുണ്ട്, ചിരങ്ങൻ്റെ ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എനിക്കും വേണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഇതാ വരിയായിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് പാടത്തേക്ക് പോവാണ്. ഇനിയാണ് മക്കളെ കഥ. നമ്മൾ പാടത്ത് കണ്ട് ഇറങ്ങിയപ്പോൾ നമ്മളും ചെറിയ മക്കളായി. അങ്ങനെ ഈ പോകുന്ന വഴിയിൽ എൻ്റെ അനിയത്തിൻ്റെ വീടുണ്ട് കേട്ടോ. അനിയത്തിൻ്റെ വീട്ടിലും കയറണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ കുട്ടികൾ മുന്നിൽ കുറച്ച് ആൾക്കാർ പോകുന്നുണ്ട്, ബാക്കിൽ കുറച്ച് വലിയവർ വരുന്നുണ്ട്, അതിലും ചെറിയ കുട്ടികൾ അതിൻ്റെ ഇടയിലുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്. പോയി ഞങ്ങൾ പാടത്തെത്തിട്ടോ. അങ്ങനെ ഞങ്ങൾ പാടത്ത് ചെന്നപ്പോൾ കുട്ടികൾ പറഞ്ഞു ആമ്പലുണ്ടോ. ഞാൻ പറഞ്ഞ 2 ആമ്പലുണ്ട്, ഞാൻ ഉണ്ടായിരുന്നു, ഇപ്പൊ അവിടെ ഉണ്ടോന്ന് അറിയില്ല. അങ്ങനെ ഇതാ എല്ലാ ആൾക്കാരും അതിലൊന്നും ഇങ്ങനെ കുമ്പിട്ടൊക്കെയാണ് കേട്ടോ. ചെന്നപ്പോ പിന്നെ ഉറങ്ങിയിട്ടുണ്ട്, അതായത് വാടിയിട്ടുണ്ട് കേട്ടോ. വേറെ 3 മൊട്ട് വിരിയാനും ഉണ്ട്. ഇനി നാളെ അങ്ങനെ ആമ്പൽക്കുളത്തിലൊക്കെ ഒന്ന് തലയിട്ട് നോക്കിയതിന് ശേഷം നമ്മൾ പിന്നെ ഇങ്ങനെ ചെറുങ്ങയിൽ ഇറക്കണം. പിന്നെ എന്താ പറയുക, ചിരങ്ങ വാങ്ങണം. പിന്നെ നമുക്ക്
വത്തക്ക വാങ്ങണം, അങ്ങനെയൊക്കെ പ്ലാൻ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മള് സൂര്യൻ ഇതാ പോയി അകത്ത് എത്തിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാഴ്ചകളൊക്കെ കാണാൻ. ഞാൻ ഒരു പ്രാവശ്യം ഈ ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ, നമ്മളെ പാടത്തിന്റെ ഒരു വീഡിയോ, നടത്തുന്നതും പുല്ല് പറിക്കുന്നതൊക്കെ. അങ്ങനെ ഈ വീഡിയോ കണ്ടിട്ട് എൻ്റെ ഒറ്റ സുഹൃത്തായ ജംഷി വ്ളോഗിൽ വന്നിരുന്നു കേട്ടോ. ജംഷി വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്നു. ഞാൻ അവൾക്ക് ചെരങ്ങൻ്റെ മത്തൻ്റെ എല്ലാം കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഒരു നേരത്തെ, അതായത് എല്ലാവർക്കും ഇതിനൊക്കെ ഭയങ്കര കൊതിയായിരുന്നു ഈ ഇലകളൊക്കെ കഴിക്കാൻ. അങ്ങനെ അവൾക്ക് പൂതിയായിട്ട് അവൾ എൻ്റെ വീട്ടിൽ വന്ന് ഞാനത് കാണിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ചിരങ്ങെടുക്കലും മത്തനെടുക്കലും എല്ലാം കഴിഞ്ഞ് പിന്നെതാ ഞങ്ങൾ ചെറിയ മക്കളായിട്ട് നൊട്ടങ്ങ പറിക്കാൻ കേട്ടോ. മക്കളെ, നൊട്ടങ്ങ നല്ല മൂത്തെന്ന് നോക്കി ഞങ്ങൾ പറിച്ചെടുത്തിട്ട് അതിങ്ങനെ കയ്യിലിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആക്കണം കേട്ടോ. സോഫ്റ്റ് ആക്കിയിട്ട് ഞാനിങ്ങനെ കഴിക്കുകയാണ്. ഞാൻ അവരോട് പറയണം അങ്ങനെ കഴിക്കണം ഇങ്ങനെ കഴിക്കണം, അങ്ങനെ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് കേട്ടോ അതിനൊക്കെ. അങ്ങനെ എൻ്റെ നാത്തൂന്മാരും മൂത്തച്ചികളും ഒക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ വലിയ നാത്തൂനുണ്ട്, വലിയ മൂത്തച്ഛൻ്റെ, രണ്ടാമത്തെ മൂത്തച്ഛൻ്റെ. ഇതിൽ എനിക്ക് ഒരു മൂത്തച്ഛി ഇതിൽ പെടാത്തുള്ളൂ, ബാക്കി എല്ലാവരും ഉണ്ട്. ഇളച്ചുണ്ട്, ഇളച്ച് അവിടെ നിൽക്കുകയാണ് തോന്നണം. ഞങ്ങൾ തൊടിക്ക് ഇറങ്ങിയിരിക്കണ അറിയില്ല. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾ കുട്ടികളായി